പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സ്നേഹമയ്യായ സഹോദരി സഹോദരന്മാരെ, ഈ കൊച്ചു കഥാപ്രസംഗത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സുസ്വാഗതം. ലോകമെമ്പാടും ചിതറിക്കിടക്കുന്ന മലയാളികളെ ഒരു കുടക്കീഴിൽ അണിയിച്ചുരുക്കി ഒരു നൂലിൽ കെട്ടിവരിഞ്ഞ സഹിഷ്ണുതയുടെ സന്തോഷത്തിന്റെ നിറം സമ്മാനിക്കുന്ന ഓണം എന്ന മഹോത്സവം. ആ ഓണാരവത്തിന്റെ നിറയിൽ ഇന്ന് ഈ കഥാപ്രസംഗം ഈ KSC വേദിയിൽ അവതരിപ്പിക്കാൻ അവസരമുണ്ടാക്കി തന്ന KSCയുടെ ബഹുമാന്യരായ സാരഥികൾക്ക് ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് കഥയിലേക്ക് കടക്കട്ടെ. സ്വതന്ത്ര ഭാരതത്തിന്റെ 78ാം സ്വാതന്ത്ര്യ വാർഷികം ആഘോഷിക്കുന്ന ഈ വർഷത്തിൽ മാതൃരാജ്യത്തിന് വേണ്ടി പടപൊരുതി ജീവത്യാഗം ചെയ്ത ഒട്ടനവധി രാജ്യസ്നേഹികളുടെ ഓർമ്മകൾക്ക് മുമ്പിൽ ഈ കഥ സമർപ്പിക്കട്ടെ. കഥയുടെ പേര് ആറ്റിങ്ങൽ കലാപം. കേരള സംസ്ഥാനത്തിന്റെ തലസ്ഥാന നഗരിയായ തിരുവനന്തപുരം. ആ നഗരിക്കടുത്ത് ജില്ലയിലെ ഏറ്റവും കൂടുതൽ പ്രൈവറ്റ് ട്യൂട്ടോറിയൽ സ്ഥാപനങ്ങളാൽ സമ്പന്നമായ ഒരു കൊച്ചു പട്ടണം. അണിഞ്ഞൊരുങ്ങി സുന്ദരിയായി സുസ്മേരവദനയായി നിൽക്കുന്ന ആ പട്ടണം മറ്റൊന്നല്ല, പേര് ആറ്റിങ്ങൽ. സ്പന്ദനമേകിയ പട്ടണമോ മനം ബന്ധിതമാക്കിയ പൂർവികരോ, സ്പന്ദനമേകിയ പട്ടണമോ മനം ബന്ധിതമാക്കിയ പൂർവികരോ, അവിടെ കാണാം മറന്നുപോയൊരു സമരചരിത്ര സ്മാരകവും, അവിടെ കാണാം മറന്നുപോയൊരു സമരചരിത്ര സ്മാരകവും. സ്പന്ദനമേകിയ പട്ടണമോ മനബന്ധിതമാക്കിയ പൂർവികരോ. ആ കൊച്ചു പട്ടണത്തിന് ഒരു കഥയുണ്ട് പറയാൻ. സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ നമ്മൾ മറന്നുപോയ ഒരു അധ്യായത്തിന്റെ കഥ, ഒരു കാഹളത്തിന്റെ കഥ, ഒരു സമരത്തിന്റെ കഥ, ഒരു കലാപത്തിന്റെ കഥ. കലാപം കലാപം ആറ്റിങ്ങൽ കലാപം, കലാപം കലാപം ആറ്റിങ്ങൽ കലാപം, ആറ്റിങ്ങൽ കലാപം. എന്താണ് ആറ്റിങ്ങൽ കലാപത്തിന്റെ കാരണം? ഇന്നേക്ക് 300ഓളം വർഷങ്ങൾക്കപ്പുറം പിറകിൽ 1721 ആണ്ടിൽ ഇന്നത്തെ തിരുവനന്തപുരം ജില്ലയിലെ ചിറയൻകീഴ് താലൂക്കിൽപ്പെട്ട ആറ്റിങ്ങൽ അഞ്ചുതെങ്ങ് പ്രവിശ്യയിൽ പൊട്ടിപ്പുറപ്പെട്ട കലാപമാണ് ആറ്റിങ്ങൽ കലാപം. ആറ്റിങ്ങലിൽ നിന്നകന്ന് അഞ്ചുതെങ്ങു കോട്ടയത്തെ, ആറ്റിങ്ങലിൽ നിന്നകന്ന് അഞ്ചുതെങ്ങു കോട്ടയത്തെ, പറയാനുണ്ട് കൊടുമൺ പിള്ളതൻ പോരാട്ട വീര ചരിത്രം, പറയാനുണ്ട് കൊടുമൺ പിള്ളതൻ പോരാട്ട വീര ചരിത്രം. ആറ്റിങ്ങലിൽ നിന്നകന്ന് അഞ്ചുതെങ്ങു കോട്ടയത്തെ. സ്വതന്ത്ര ഇന്ത്യക്ക് വേണ്ടിയിട്ടുള്ള ആദ്യത്തെ പോരാട്ടം ചരിത്രം ശിപായി ലഹള എന്ന് രേഖപ്പെടുത്തുമ്പോഴും അതിനും എത്രയോ വർഷങ്ങൾക്ക് മുമ്പാണ് ഈ പറയുന്ന ആറ്റിങ്ങൽ സംഭവം നടന്നിട്ടുള്ളത്. എന്നിട്ടും ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള ആദ്യത്തെ സായുധ സമരമായ ആറ്റിങ്ങൽ കലാപത്തെ ചരിത്രകാരന്മാരും രാഷ്ട്രീയക്കാരും സാമൂഹ്യ നേതാക്കളും എന്തിനേറെ മലയാളികളായ നമ്മൾ പോലും മറന്നത് മറ്റൊരു ചരിത്രം. പറയാനുണ്ട് കൊടുമൺ പിള്ളതൻ പോരാട്ട വീര ചരിത്രം, പറയാനുണ്ട് കൊടുമൺ പിള്ളതൻ പോരാട്ട വീര ചരിത്രം.
ആരാണി കൊടുമൺപിള്ള കേട്ടിട്ടുണ്ടോ? അന്ന് ഭരണ സൗകര്യാർത്ഥം രാജ്യം അല്ലെങ്കിൽ സംസ്ഥാനം പല നാട്ടുരാജ്യങ്ങളായി വിഭജിക്കപ്പെട്ടിട്ടുണ്ട്. അതിൽ ഒന്നാണ് ആറ്റിങ്ങൽ നാട്ടുരാജ്യം. അതിന്റെ പരമാധികാരം തിരുവിതാംകൂർ രാജവംശീയയായ ഉമയമ്മ റാണി തമ്പുരാട്ടിക്കായിരുന്നു. ആ ഉമയമ്മ റാണി തമ്പുരാട്ടിയുടെ പടനായകനാണ് കൊടുമൺപിള്ള. കൂടാതെ 8 വീട്ടി പിള്ളത്ത് കുടുംബത്തിലെ ഒരു അംഗവും. ആള് ചില്ലറക്കാരനല്ല, കൊടുമൺപിള്ള. പറയാനുണ്ട് കൊടുമൺപിള്ളതൻ പോരാട്ട വീര ചരിത്രം. എങ്ങനെയാണ് ആറ്റിങ്ങൽ കൺവാ തുടങ്ങിയത്? എന്താണ് അതിന്റെ കാരണം? രാജ്യം അന്ന് കച്ചവടത്തിനായി തീരെഴുതിക്കപ്പെട്ടിരിക്കുന്ന സമയങ്ങളായിരുന്നു. വിദേശികൾ വന്നാൽ വിദേശ നാണ്യ ലഭ്യതയ്ക്ക് വേണ്ടി നമ്മൾ കച്ചവടത്തിന് കുറെ ഇടങ്ങളങ്ങ് കൊടുക്കും. അങ്ങനെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും ആറ്റിങ്ങൽ കൊട്ടാരവും തമ്മിൽ ഇടപെട്ട ഒരു കച്ചാർ ഉടമ്പടി ഉണ്ടായിരുന്നു. 5 തെങ്ങ് സംബന്ധമായി 5 തെങ്ങ് സ്ഥലങ്ങളിൽ കച്ചവടം നടത്താനുള്ള സമ്മതി, ഉടമ്പടി. ആ ഉടമ്പടി കാലക്രമത്തിൽ ലോപിക്കപ്പെട്ട് കാലഹരണപ്പെട്ട് 1721 ആണ്ടിൽ ആറ്റിങ്ങൽ കലാപത്തിലേക്ക് വഴിതെളിച്ചു. കരാറുകൾ കരാറുകൾ കച്ചവടത്തിൻ കരാറുകൾ 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 കച്ചവടത്തിൻ കരാറുകൾ വിദേശികൾക്കായി തുറന്ന വാണിജ്യത്തിൻ നാണ്യ കരാറുകൾ വിദേശികൾക്കായി തുറന്ന വാണിജ്യത്തിൻ നാണ്യ കരാറുകൾ 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 കച്ചവടത്തിൻ കരാറുകൾ. വെറും കച്ചവട ഉടമ്പടിക്ക് വേണ്ടി വന്നവരല്ല ഈ സായിപ്പന്മാർ, നമുക്കറിയാം. ആ കരാറിനോട് ദീർഘവീക്ഷണമായി ചിന്തിച്ചിട്ട് അന്ന് തന്നെ കൊടുമൺപിള്ളയ്ക്ക് വിയോജിപ്പായിരുന്നു. പക്ഷെ പറഞ്ഞിട്ട് എന്താ കാര്യം? രാജ്ഞി മരണമല്ലേ, തിരുവായ്ക്ക് മറുവായുണ്ടോ? ഇല്ല. കരാർ ഒപ്പിട്ട് കഴിഞ്ഞപ്പോൾ സായിപ്പന്മാരുടെ സ്വഭാവം അങ്ങ് മാറി. തലചായ്ക്കനെ ഇടം ചോദിച്ചു വന്നവർ പിന്നെ അവിടെ കിടക്കാൻ തുടങ്ങി. കിടന്നിട്ടോ 5 വെങ്ങ് ആസ്ഥാനമായി അവിടെ ഒരു വലിയൊരു കോട്ട പൊട്ടിപ്പൊട്ടാൻ തുടങ്ങി. ആ കോട്ടയ്ക്കകത്ത് സായുധപരമായ സമരങ്ങൾക്ക് വേണ്ടിയിട്ട് ആയുധ സമാഹരണവും ചെയ്തു തുടങ്ങി. കലാപങ്ങൾക്കായി അവിടെ പരിശീലനവും നടന്നി. ചില്ലറക്കാരനല്ല, ഇവരെ സൂക്ഷിക്കണം. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇവരെ തീർച്ചയായിട്ടും സൂക്ഷിക്കണം. പതുക്കെ പതുക്കെ സ്വദേശികളായ നാട്ടുകാരെ അവർ അടിമകളായി ചിത്രീകരിച്ചു. കാർഷിക കമ്പോള വിളകൾ വിളവെടുത്ത് കമ്പോളങ്ങൾക്കായി ചന്തയിലേക്ക് കൊണ്ടുപോകുമ്പോൾ സായിപ്പന്മാർ ബലമായി അത് പിടിച്ചു വാങ്ങി. എന്നിട്ട് ചോദിച്ചു, നീ പോടാ, നിന്റെ പണി നോക്കി. പൈസ ചോദിച്ച് 5 തെങ്ങ് കോട്ടയിലേക്ക് ചെന്നാലോ ക്രൂരമായി പീഡിപ്പിച്ച് തോക്കിന്റെ വാത്തി കൊണ്ടിടിച്ച് അവരെ തിരിച്ചയക്കും. എന്നിട്ട് ചോദിക്കും, ഹൗ ഡെയർ യു ആസ്ക് മണി ഫ്രം us, you bloody beggars. വിളിച്ചത് കേട്ട beggars, വെറും beggars അല്ല, bloody beggars. ഞാനും നിങ്ങളും നടങ്ങുന്ന ഓരോ ഭാരതീനെയും വിളിച്ചതാണ് bloody beggars. ക്രൂര പീഡനം ഏറ്റുവാങ്ങുവാൻ ഇനി ജന്മം സാധ്യമല്ല. ക്രൂര പീഡനം ഏറ്റുവാങ്ങുവാൻ ഇനി ജന്മം സാധ്യമല്ല. മറക്കാൻ പൊറുക്കാൻ കഴിയാത്ത ചെയ്തികൾ, മറക്കാൻ പൊറുക്കാൻ കഴിയാത്ത ചെയ്തികൾ മായാതെ നിൽക്കൂ മനതാരിൽ. ക്രൂരപീഡനം ഏറ്റുവാങ്ങുവാൻ ഇനി ജന്മം. ബ്രിട്ടീഷുകാർക്കിടെ അക്രമം സഹിക്കാതെ വന്നപ്പോൾ പൊതുജനങ്ങൾ ഒറ്റക്കെട്ടായി നടന്നു നീങ്ങണം. ആറ്റിങ്ങൽ കൊട്ടാരത്തിലേക്ക് സർവ്വസൈനാധിപന്റെ മുഖം കാണിക്കണം, പരാതി ഉയർത്തണം. നമുക്കിനി സഹിച്ചു കൊണ്ടുപോകാൻ വയ്യ. അന്നൊക്കെ ഒരു ഒരുമയുണ്ടായിരുന്നു. ഇന്ന് അങ്ങനെയാണോ? ശിവമ്പായുടെ വീട്ടിൽ കള്ളം കയറി കഴിഞ്ഞാൽ നമ്മൾ പറയും, അത് ശിവമ്പായുടെ വീടല്ലേ, നമ്മളെ ബാധിക്കുന്ന പ്രശ്നമല്ലല്ലോ. അങ്ങനെ വർഷങ്ങൾക്ക് മുമ്പേ തിരുവനന്തപുരം എയർപോർട്ടിൽ ഇറ്റലിയിൽ നിന്നും കുറച്ച് ആൾക്കാർ വന്നിറങ്ങി കൊറോണയുമായി. നമ്മൾ അന്നും പറഞ്ഞു, ഇത് നമ്മളെ ബാധിക്കുന്ന പ്രശ്നമല്ല, ഇത് റാന്നീരും കോന്നിയിലുമുള്ള ആൾക്കാർക്കേ ബാധിക്കുള്ളൂ. അവസാനം എന്ത് സംഭവിച്ചു? മഹാമാരിയായ കൊറോണ വൈറസ് സർവ്വവ്യാപകമായി പടർന്ന് പന്തലിച്ച് നമ്മുടെ വീട്ടിൽ മുട്ടി വിളിച്ചപ്പോ നമ്മൾ പഠിച്ചു, അന്ന് ഒരു ഒരുമയുണ്ടായി. എന്തിനായിരുന്നു ആ ഒരുമ? പ്രവാസത്തിൽ നിന്ന് ഇടയ്ക്ക് ലീവിന് പോയി കഴിഞ്ഞാൽ അവനെ വീട്ടിൽ കയറ്റരുത്, അതിനു വേണ്ടിയിട്ടുള്ള ഒരുമ.
നല്ലതിനുള്ള ഒരുമയാവാം, പക്ഷെ ഇന്ന് നടക്കുന്ന ഒരുമ തിന്മയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരുമയാണ്. അന്ന് ഒരു കൂട്ടം ചെറുപ്പക്കാർ ഒറ്റക്കെട്ടായി യോജിച്ച് അതാ ആറ്റിങ്ങൽ കൊട്ടാരത്തിലേക്ക് യാത്രയായി. കൊടുമൺ പിള്ളയെ മുഖം കാണിക്കണം. കൊട്ടാരത്തിലെത്തിയപ്പോ ഭടന്മാർ അറിയാലോ, അവർ ചോദിച്ചു എവിടെ പോകണം. എണ്ണി തിട്ടപ്പെടുത്തി 1, 2, 3, 30 പേർ, 30 യുവജനങ്ങൾ. എവിടെ പോകണം? സർവ്വസൈന്യാധിപനെ മുഖം കാണിക്കണം, പരാതി ഉണർത്തണം. ഇതൊക്കെ കൊട്ടാരത്തിന്റെ മുൾത്തട്ടിലിരുന്ന് വീക്ഷിച്ചിരുന്ന സർവ്വസൈന്യാധിപൻ കൊടുമൺ പിള്ള ഭടന്മാരോട് പറഞ്ഞു, അകത്തേക്ക് പ്രവേശിപ്പിക്കും, കയറ്റിവിടോ. അകത്തേക്ക് കയറിയ യുവജനങ്ങൾ കൊടുമൺ പിള്ളയെ മുഖം കാണിച്ച് ഉണർത്തിച്ചു. തമ്പുരാനെ, വയ്യ, ഈ സായിപ്പന്മാരെ കൊണ്ട് നമുക്ക് ഇരിക്കാൻ പോയില്ല. ഈ പാട് കണ്ടോ? ഈ ദേഹത്ത് വന്നിരിക്കുന്ന ഈ നിറങ്ങൾ കണ്ടോ? എല്ലാം അവര് നൽകിയ ക്രൂരതയാണ്. നമുക്കിനി വയ്യ. ഓഹോ, അങ്ങനെയാണോ? അവരിവിടെ പാഠം പഠിപ്പിക്കണം. കൊടുമൺ പിള്ള പറഞ്ഞു, നിങ്ങൾ എന്റെ കൂടെ നിൽക്കാൻ തയ്യാറാണോ? ഈ 30 പേര് പരസ്പരം അങ്ങാട്ടും ഇങ്ങാട്ടും നോക്കി ഒറ്റക്കെട്ടായി ഒരു സ്വരത്തിൽ പറഞ്ഞു, നമ്മൾ തയ്യാർ. പ്രതിഷേധിക്കുന്ന ജനങ്ങൾ, പ്രതിച്ഛായ മാറ്റിയ കാലം, പ്രതിഷേധിക്കുന്ന പ്രജകൾ, പ്രതിച്ഛായ മാറ്റിയ കാലം, നിരവധി കളരിത്തറകൾ, നിരവധി കളരിത്തറകൾ പരിശീലനത്തിനായൊരുങ്ങി, നിരവധി കളരിത്തറകൾ പരിശീലനത്തിനായൊരുങ്ങി, പ്രതിഷേധിക്കുന്ന ജനങ്ങൾ, പ്രതിച്ഛായ മാറ്റിയ കാലം. അഞ്ചുതെങ്കിലും ആറ്റിങ്ങിലും ചെറിയകീഴും മത്സരത്തിൽ നിരവധി കളരിത്തറകൾ സജ്ജമായി. വൈകുന്നേരങ്ങളിൽ കൊടുമൺ പിള്ളയും സംഘവും ഈ യുവാക്കളെ കളരി അഭ്യസിക്കാൻ തുടങ്ങി. നിരവധി കളരിത്തറകൾ പരിശീലനത്തിനായൊരുങ്ങി, നിരവധി കളരിത്തറകൾ പരിശീലനത്തിനായൊരുങ്ങി. കാലക്രമേണ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി കൊട്ടാരത്തിന് കൊടുക്കാനുള്ള കപ്പവും മുടക്കി. പൊതുജനങ്ങളുടെ പ്രതിഷേധവുമായപ്പോ കൊട്ടാരവും ഉമയമ്മ റാണി തമ്പുരാട്ടിയും സായിപ്പന്മാരുമായി ഇടഞ്ഞു. ഇങ്ങനെ പോയാൽ ശരിയാകത്തില്ലല്ലോ കാര്യം. തിങ്സ് ആർ നോട്ട് ഗോയിങ് ഇൻ യുവർ റൈറ്റ് ഡയറക്ഷൻ. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്നും ഓർഡർ വന്നു, ഇടഞ്ഞു നിൽക്കുന്ന കൊട്ടാരത്തെ അനുനയിപ്പിക്കണം, ഇല്ലെങ്കിൽ മുന്നോട്ടുള്ള പ്രയാണത്തിൽ അത് കമ്പനിക്ക് ആപത്താണ്. Take the queen into confidence and reinstate the situation at the earliest. നിലവിലെ സാഹചര്യം പഴയതാക്കി ചിത്രീകരിക്കാൻ വേണ്ടത് ചെയ്യുക. സായിപ്പന്മാർ പണ്ടേ മിടുക്കരാണ്, നമുക്കറിയാം. വിയോജിപ്പിക്കാനും വിഘടിപ്പിക്കുവാനും സംയോജിക്കുവാനും മിടുമിടുക്കർ. അതനുസരിച്ച് കരാർ പ്രകാരം ബാക്കിയുള്ള എല്ലാ കപ്പപ്പടവും തിരിച്ചു കൊടുത്ത് പുതിയ ഒരു എഗ്രിമെന്റിൽ, ഒരു കരാറിൽ ഒപ്പിടാൻ ഈസ്റ്റ് ഇന്ത്യ കമ്പനി തയ്യാറായി. അതിന് നിശ്ചയിക്കപ്പെട്ട തീയതിയാണ്, ദിവസമാണ് 1721 ഏപ്രിൽ മാസം 14-ാം തീയതി. നമുക്കറിയാം, ഏപ്രിൽ മാസം 14-ാം തീയതിയുടെ പ്രത്യേകത മലയാളികൾക്ക് മറക്കാനാവാത്ത വിഷുദിനമായിരുന്നു. പടിഞ്ഞാറേ ചക്രവാളത്തിൽ കുങ്കുമപ്പൂവുകൾ വാരി വിതറി അസ്തമയ സൂര്യൻ നടന്നട് അകലകൻ തയ്യാറാകുന്നു. അങ്ങ് ദൂരെ അഞ്ചുതെങ്ങ് കോട്ടയ്ക്ക് മുമ്പിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സർവ്വസൈന്യാധിപൻ വാൾട്ടർ ബ്രൗൺ പ്രക്ഷോഭിതമായ മനസ്സ്, എന്തോ ഒരു ആകുലത. കുംഭം മീശ, ഒരു 6-6.5 അടി പൊക്കം, അരകിൽ തിരികിയിരിക്കുന്ന നിറം തോക്ക്, ചുണ്ടിൽ എരിഞ്ഞു തീർന്നുകൊണ്ടിരിക്കുന്ന ചുരുക്കൾ. അദ്ദേഹം കൊയ്യിട്ട് വിളിച്ചു, നിന്റെ തന്നെ ഒരു ഭടൻ ശരവേഗത്തിൽ ഓടി വന്നു, അതേപോലെ പോയി തിരിച്ചു വന്നു. യെസ് യുവർ ഓണർ, എവരിതിങ് ഈസ് റെഡി ഫോർ. അന്ന് യാത്ര പുഴമാർഗമാണ്. ആറ്റിങ്ങൽ പുഴ, ഇന്നത്തെ വാമനപുരം നദി. ആ പുഴമാർഗം തയ്യാറാവാനായി, യാത്ര ചെയ്യാനായി വാട്ടർ ബ്രൗൺ സംഘം. അദ്ദേഹം കോട്ടയുടെ മോൾ ഭാഗത്ത് ചെന്ന് നോക്കി. ശരിയാണല്ലോ, 3 പടുകൂറ്റൻ ബോട്ടുകൾ തയ്യാറെടുത്തു. ഇടഞ്ഞു നിൽക്കുന്ന
വരുന്ന കൊട്ടാരത്തെ പ്രീതിപ്പെടുത്തണമല്ലോ. അതിന് സമ്മാനങ്ങൾ കൊണ്ടുപോകണം. നിരവധി പെട്ടികളിൽ അണിഞ്ഞൊരുങ്ങിയിരിക്കുന്ന വജ്രങ്ങളും സ്വർണ്ണാഭരണങ്ങളും വില കൂടിയ വസ്ത്രങ്ങളും എല്ലാം അണിച്ചൊരുക്കി അതാ കൊണ്ടുപോകുന്ന യാത്രയ്ക്ക് തയ്യാറാകുന്നു വാട്ടർ ബ്രൗൺ സംഘം. വാമനാപുരം നദിയുടെ ഇരുകരകളിലും ഇത്രയും വലിയ പടുകൂറ്റം ബോട്ടുകൾ കാണാൻ ജനങ്ങൾ കഴിച്ചു. എല്ലാവരും കൈവീശി യാത്ര ചെയ്യുന്നു. അതിനുള്ളിൽ ഉണ്ടായിരുന്നു കൊടുമൺ പിള്ളയുടെ സംഘവും. പോയിട്ട് വേണം കാണിച്ചു തരാം. കൊണ്ടുചെന്ന പാരിതോഷികങ്ങൾ കൊട്ടാരത്തിന് കൈമാറി ഉമ്മയമ്മ റാണി തമ്പുരാട്ടിയുടെ വീഞ്ഞു പകർന്ന അത്താഴ സൽക്കാരവും കഴിഞ്ഞ് വാട്ടർ ബ്രൗൺ സംഘവും മടക്കി യാത്ര. നേരം ഇരുട്ടി. നിഴലിറങ്ങുന്ന നിലാവെളിച്ചത്തിലും കത്തിച്ചു പിടിച്ചിരിക്കുന്ന പന്തങ്ങളുടെ പ്രഭാപുരത്തിലും അങ്ങ് ദൂരെ വാമനാപുരം നദിയുടെ മടിത്തട്ടിൽ മടക്കി യാത്രയ്ക്ക് തയ്യാറായിരിക്കുന്ന ബോട്ടുകൾ കാണാം. വാട്ടർ ബ്രൗണും സംഘവും പുഴയരികിലെത്തി ബോട്ടിലേക്ക് കയറാൻ നേരം അപ്രതീക്ഷിതമായി പുഴക്കരയിൽ ഒളിച്ചിരുന്ന കൊടുമൺ പിള്ളയും സംഘവും ചാടി വീണു. കൊടുമൺ പിള്ള വിളിച്ചറി, വെട്ടി നിരത്തു, എല്ലാത്തിനെയും വെട്ടി നിരത്തു. അവിടെ ഒരു യുദ്ധക്കളമായി, രണാങ്കണമായി പടവാളുകൾ തമ്മിൽ കൂട്ടിമുട്ടി, പരിചകൾ തമ്മിൽ ഉരസി, പടച്ചട്ടകൾ വഴുതി മാറി. അധികം താമസിച്ചില്ല. അരോഗദൃഢഗാത്രരും ആയുധാഭ്യാസിയുമായ 200ഓളം വരുന്ന കളരി പഠിച്ച ബലവാന്മാർ കൊടുമൺ പിള്ളയും സംഘവും ബ്രിട്ടീഷുകാരെ നിസ്സാരമായി കീഴ്പ്പെടുത്തി. കൊടുമൺ പിള്ള വിളിയും പിന്നെയും ഗർജിച്ചു, ഒരുത്തനെയും ബാക്കി വയ്ക്കരുത്, ഒരുത്തനെയും. കൈകാലുകൾ വിച്ഛേദിക്കപ്പെട്ട വാട്ടർ ബ്രൗണിന്റെ നെഞ്ചത്ത് ചവിട്ടി ചോദിച്ചു, നിനക്കൊക്കെ ഇന്ത്യ ഭരിക്കണമല്ലേ? ഇന്ത്യയിൽ അധിനിവേശം നടത്തണമല്ലേ? കാണിച്ചു തരാമടാ. അഴിഞ്ഞു തള്ളൂ, എല്ലാത്തിനെയും അഴിഞ്ഞതോ പറയുന്നത് പോലെ ഒരു ബ്രിട്ടീഷുകാരനെ പോലും ബാക്കി വയ്ക്കാതെ 143 ബ്രിട്ടീഷുകാരെ കൊടുമൺ പിള്ളയും അവിടെ അഴിഞ്ഞു. അന്നുവരെ കാണാതിരുന്ന കാഴ്ച അവിടെ വാമനാപുരം നദി കണ്ട് പേടിച്ചിരണ്ടു. വാമനാപുരം നദിയിൽ ശിരസറ്റ ശവശരീരങ്ങൾ ഒഴുകി നടന്നു. അതിൽ നിന്നും വീണ ചോരയാൽ അന്ന് വാമനാപുരം നദീജലം ചോരക്കുളമായി. അന്നു മുതലാണ് ആറ്റിങ്ങൽ പുഴ കൊല്ലംപുഴയായി മാറിയത്. ഒന്നെറിഞ്ഞ പുഴ. ഉണർത്തു പാട്ടിൻ ഈണവുമായി ഒഴുകുന്ന പുഴ ഒഴുകുന്നു. ഉണർത്തു പാട്ടിൻ ഈണവുമായി ഒഴുകുന്ന പുഴ ഒഴുകുന്നു. ചരിത്രതാളിൽ ഇടമില്ലേനും ചിലരും നീ കഥ ഓർമ്മിക്കാൻ. ചരിത്രതാളിൽ ഇടമില്ലേനും ചിലരും നീ കഥ ഓർമ്മിക്കാൻ. നെഞ്ചുപിടിച്ചഭിമാനത്തോടെ ചൊല്ലും നമ്മൾ. നെഞ്ചുപിടിച്ചഭിമാനത്തോടെ ചൊല്ലും നമ്മൾ. ആറ്റിങ്ങൽ സമരം, ഇത് ആറ്റിങ്ങൽ സമരം. ആറ്റിങ്ങൽ കലാപത്തിനായി ായും വീരന്മാരും യോദ്ധാക്കളും ഉണ്ടായ സ്ഥലം പിന്നീട് വീരകേരളപുരമായി മാറി. ഒറ്റ കലാപത്തിൽ ഒരു ദിവസം കൊണ്ട് കൊടുമൺ പിള്ളയും സംഘവും കൊന്നൊടുക്കിയത് 143 ബ്രിട്ടീഷുകാരെയാണ്. എന്നിട്ടും ചരിത്രം ആറ്റിങ്ങൽ കലാപത്തെയും ഇതിഹാസ പുരുഷനായ കൊടുമൺ പിള്ളയെയും മറന്നു. കഥ ഇവിടെ പൂർണ്ണമാക്കുമ്പോൾ ഈ കഥയ്ക്ക് വേണ്ടി പ്രചോദനം നൽകിയ എന്റെ സുഹൃത്തും എഴുത്തുകാരനുമായ ശ്രീ ഉല്ലാസ് ശ്രീധർക്ക് കടപ്പാട് രേഖപ്പെടുത്തലിനോടൊപ്പം ഇവിടെ എന്നോടൊപ്പം ഇതിൽ സഞ്ചരിച്ചത് തബല സമീസ് കൃഷ്ണ, ഹാർമോണിയം ശിവശങ്കരൻ, കീബോർഡ് മൊജിൻ, റിതംപാട് പ്രതാപ് സിംഗ്, കൂടെ പാടിയത് ബിജു നായർ. കലാപം കലാപം ഇത് ആറ്റിങ്ങൽ കലാപം. കലാപം കലാപം ഇത് ആറ്റിങ്ങൽ കലാപം. സമരവീര ധീരരായി
കലാപം